ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ മാളുടെ ബെസ്റ്റ് ഫ്രണ്ട് അനഘയുടെ ഇതിന്റെ 1 വയസ്സിന്റെ പിറന്നാളാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പോവാണ്. വൈകുന്നേരം 7 മണിക്കാണ് കേക്ക് മുറിക്കുന്നത്. ഞങ്ങൾ ഗിഫ്റ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി ചന്ദ്രപ്പള്ളി ചെന്നിട്ട് അവിടെ ഞങ്ങൾക്ക് ബേക്കറിയിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി പാക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോവാൻ. ഞങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് ശ്രീവസ്ത്ര എന്നുള്ള ഡ്രസ്സാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കോംപ്ലിമെന്റ് വന്നൊരു ഡ്രസ്സാണ് ഇത്. ഇത് പിന്നെ ചേച്ചിയുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. നല്ല ഭംഗിയില്ലേ? അങ്ങനെ ഞങ്ങൾ വണ്ടിയും എടുത്തിട്ട് പുറപ്പെടുവാണ്. ചെറിയൊരു മഴക്കാർ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം. അപ്പോൾ ഭയങ്കര കാറ്റും, അതാ ഞാൻ ആ റോഡിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് നല്ല ഭംഗിയാണ് അന്നേരം കാണാൻ. അങ്ങനെ ഞങ്ങൾ അനഘയുടെ വീട്ടിൽ, അനഘയുടെ ഹസ്ബൻഡ് വിനീഷിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ബർത്ത്ഡേ ഫംഗ്ഷൻ. അപ്പം ഞങ്ങൾ അവിടെ എത്തി. അനഘ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അനഘ എൻ്റെ മാളുവിൻ്റെ ഫ്രണ്ടാണ്. അതിലുപരി അവൾ എനിക്ക് എൻ്റെ സ്വന്തം മോളെ പോലെയാണ്, എൻ്റെ മാളുവിനെ പോലെ തന്നെയാണ്. പിന്നെ കുറേ നേരമൊക്കെ കൊച്ചിനെ കളിപ്പിച്ചു. നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാനാണെങ്കിൽ ശരിക്കും ഒരു സാധാ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ എന്ന രീതിയിലായിരുന്നു ഞാൻ പോയത് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരുങ്ങി ഇറങ്ങിയപ്പം ഞാൻ ഗീതിനോട് പറഞ്ഞ് നമ്മുടെ ഒരുക്കം ഇത്തിരി ഓവറായി പോയില്ലേ എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. പക്ഷേ അവിടെ ചെന്ന് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മൾ ഇത്രയെങ്കിലും ഒരുങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷന് ഒന്നും അല്ലാതായി പോയേനേന്ന്. അത്രയ്ക്ക് ഗംഭീര ഫംഗ്ഷന്, ഇത്രയും ആളും ബഹളവും ഉള്ള ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അവളുടെ ആങ്ങള കൊടുത്തതാണ്, ഗൾഫിലുള്ള ആങ്ങള പിന്നെ കൊടുത്ത ഗിഫ്റ്റാണ് ഈ കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കാറിൽ അവനെ ഇരുത്തി അങ്ങനെ അത് റിമോട്ടിൽ ഓടിച്ച് അങ്ങനെയൊക്കെയായിരുന്നു അവൻ്റെ എൻട്രി ഒക്കെ കേട്ടോ. അങ്ങനെ വന്നിട്ടാണ് കേക്ക് മുറിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്ത്. ഒരുപാട് ഗിഫ്റ്റും കിട്ടി അവന് കേട്ടോ. ഇതിൻ്റെ പുറകിൽ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് അത്രയ്ക്കും ആൾക്കാരായിരുന്നേ. ആ നാട്ടിലിനി ആ പരിപാടിക്ക് പങ്കെടുക്കാത്ത ആൾക്കാരില്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനഘയുടെ ഹസ്ബൻഡ് വിനീഷിൻ്റെ ആൾക്കാരുള്ള സഹകരണമാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കൂട്ടുകാർ അവൻ്റെ ഒരു കാര്യത്തിൽ, കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിനും നമുക്ക് ആർക്കും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അത്രയ്ക്കും അവൻ്റെ കൂട്ടുകാരന്മാർ അവൻ്റെ ആ കാർ ഒരുക്കുന്നതിനായാലും അവിടുത്തെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിനായാലും എല്ലാം ഇതുപോലെ സഹകരിച്ച് നിൽക്കുന്ന കുറേ കൂട്ടുകാരവന് കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും സഹകരിക്കുമ്പോലിരിക്കും നമ്മളോടുള്ള ആൾക്കാരുടെ സമീപനവും. നമുക്കൊരാവശ്യം വരുമ്പം ആൾക്കാർ വരുന്നതും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നാണ് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ അനഘയും കേട്ടോ, എല്ലാവരോടും സഹകരിക്കാനും ആൾക്കാരോട് സ്നേഹത്തോടെ പെരുമാറാനൊക്കെ ഇതുപോലെ നല്ലൊരു കുട്ടി വേറെ ഇല്ല. മാളും ഗീതും കൂടിയാണ് ആ നിൽക്കുന്നത്. അങ്ങനെ അവരുടെ ഏകദേശം ഡ്രസ് കോഡ് ഒരുപോലെ ആയില്ലേ. അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ തോന്നുന്നില്ലേ നമുക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫ്രൈഡ് റൈസും ചിക്കനും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.